ഹായ് ഫ്രണ്ട്സ്, എ പാസേജ് ടു ഇംഗ്ലീഷ് സ്ട്രക്ചറൽ മാനേജ്മെൻറ്റ് എന്ന നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 എപ്പിസോഡിലൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഒന്ന് എങ്ങനെ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം എന്നുള്ളതായിരുന്നു. എങ്ങനെ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചു. പ്രവൃത്തി ചെയ്യുന്ന ആൾ ആദ്യം വരണം. രണ്ടാമതായിട്ട് വരേണ്ടത് ഏതാണോ പ്രവൃത്തി അത് വരണം. മൂന്നാമതായിട്ട് വരേണ്ടത് പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ഒരാളുണ്ടാവും, ഒരു വസ്തു ഉണ്ടാവും, അത് മൂന്നാമത് വരണം. ടൈം പീരീഡ് അത് ലാസ്റ്റ് വരണം. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, അതൊക്കെ ലാസ്റ്റ് വരണം. അപ്പോൾ അതുപോലെയാണ് ഒരു പാറ്റേൺ ആയിട്ട് ഒരു സെൻറ്റൻസ് പോകുന്നത്. പ്രവൃത്തി ചെയ്ത ആൾ ആദ്യം, രണ്ടാമത് ചെയ്ത പ്രവൃത്തി, മൂന്നാമത് പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചത്, ലാസ്റ്റ് വരുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് എന്തായിരിക്കണം? യെസ്റ്റർഡേ, ടുമോറോ, ടുഡേ, ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ലാസ്റ്റ് വീക്ക്, ലൈക്ക് ദാറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന കാതലിലേക്ക് വരികയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ഹൗ കാൻ എ ക്വസ്റ്റ്യൻ ബി ഫ്രെയിംഡ്? ഹൗ കാൻ ആൻ ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ബി ഫ്രെയിംഡ്? ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് സെൻറ്റൻസ് നോക്കാം. ഹി വിൽ ഗോ ടു എറണാകുളം. ഇതൊരു സെൻറ്റൻസ് ആണ്, ഇൻറ്ററഗേറ്റീവ് അല്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് VIP വില്ലും ഗോ ആണ്. VIP ഗോ ആണ്. വില്ല് ആക്ച്വലി ആരാണ്? സെക്യൂരിറ്റിയാണ്. ഹി ഗോഡാണ് അല്ലേ? ഗോ എന്ന് പറഞ്ഞാൽ VIP ആണ്. നമ്മളൊക്കെ പഠിച്ചതാണ് അല്ലേ? പ്രവൃത്തി ചെയ്യുന്ന ആള് ഗോഡാണ്, മീൻസ് കർത്താവാണ്. ചെയ്യുന്ന പ്രവൃത്തി വെന്റ്, പ്ലേഡ്, അത് VIP ആണ്. VIPക്ക് മുമ്പിൽ ആരുണ്ടാവും? സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ബില്ലാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ആദ്യം വരണം. യു അണ്ടർസ്റ്റുഡ്? ബിൽ ആദ്യം വരണം. അത് കഴിഞ്ഞിട്ട് ഗോഡ് വരണം, ഹി. അത് കഴിഞ്ഞിട്ട് VIP വരണം, ഗോ ടു EKM. ക്വസ്റ്റ്യൻ മാർക്ക് വേണം. ഇവിടെ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് വില്ലും ഗോയും ചേർന്നിട്ടാണ്. വിൽ ഹി ഗോ ടു എറണാകുളം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സെന്റൻസ് ക്വസ്റ്റ്യനിലേക്ക് ഫ്രെയിം ചെയ്യുക. വിൽ ഹി ഗോ ടു എറണാകുളം? വിൽ ഷീ ഈറ്റ് ഫുഡ്? അവൻ എറണാകുളത്തേക്ക് പോകുമോ? വിൽ ഷീ ഈറ്റ് ഫുഡ്? അവൾ ഭക്ഷണം കഴിക്കുമോ? ഓക്കെ. വിൽ ദേ ഈറ്റ് ഫുഡ്? അവർ ഭക്ഷണം കഴിക്കുമോ? Will you send an application to your superior officer? Like that. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരുപാട് വില്ല് ചേർത്തിട്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക്. നോട്ട്, നോ അങ്ങനെ വരുന്ന അതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നോട്ട്, നോ, നെയ്തർ, ഫ്യൂ, ലിറ്റിൽ, സെൽഡം, റെയർലി, അത്തരത്തിൽ വരുന്ന സെൻറ്റൻസിലാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. അത് ഇല്ല, വേണ്ട, അല്ല എന്നുള്ള ആശയങ്ങൾ ധ്വനിപ്പിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഡീപ്പായിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് ആദ്യം എഴുതാം. ഹി വിൽ നോട്ട് ഗോ ടു എറണാകുളം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി വിൽ ഗോ തന്നെയാണ്. വില്ലിനോട് ചേർന്ന് വന്നു, നോട്ട് വില്ലിനോട് ചേർന്ന് നിൽക്കും എന്നതുകൊണ്ട് വിൽ നോട്ട് എന്നുള്ള വേർഡ് വോണ്ട് ആയിട്ട് ചുരുക്കിയാണ് നമ്മൾ സംസാര ഭാഷയിൽ പറയുക. എഴുത്തിലും അങ്ങനെ തന്നെയാണ്. വിൽ നോട്ട് വോണ്ട്. ഹി വിൽ നോട്ട് ഗോ ടു എറണാകുളം. സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ അല്ല. ഹി വോണ്ട് go to എറണാകുളം. He will not go to എറണാകുളം. He won't go to എറണാകുളം. ഓക്കെ, അതെങ്ങനെ ക്വസ്റ്റ്യൻ ആകും എന്ന് നോക്കാം. ഇത്രയും പേരാണ് പ്രവൃത്തി ചെയ്യുക.
ഐ, യു, വി, ദൈ, ഷീ, ഹി, ഇറ്റ്. ഇത്രയും പേരാണ് പ്രവൃത്തി ചെയ്യുക. നമ്മൾ ഏതൊരു സെന്റൻസ് തുടങ്ങുന്നതും ഇത്രയും പേരിൽ നിന്നായിരിക്കും. 1, 2, 3, 4, 5, 6, 7 പേരിൽ നിന്നാണ് പ്രവൃത്തി ചെയ്യുക. 7 പേരെ പഠിച്ചാൽ മതി. ഓക്കെ. ഐ, യു, വി, ദേ. ഐ ഞാൻ, യു നിങ്ങൾ, വി ഞങ്ങൾ, ദേ അവർ, ഷീ അവൾ, ഹി അവൻ, ഇറ്റ് അത്. ഇവരാണ് പ്രവൃത്തി ചെയ്യുന്നത്. ഇവരാണ് ഗോഡ്. അതുകൊണ്ടാണല്ലോ കർത്താവ് എന്ന് പറയുക. ഇവരെ കർത്താവ് കേട്ടോ, ഹിന്ദിയിലൊക്കെ പറയാലോ കർത്താവ്. രണ്ടാമത് വരുന്നതാണ് ഗോ, വെന്റ്, ഗോൺ, ഗോയിങ്, VIP. 2 പേര് മതി ഇംഗ്ലീഷ് സെന്റൻസ് പൂർണ്ണമാനായിട്ട്. നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ. ഐ സ്പോക്ക്, ഞാൻ പറഞ്ഞു. ഐ റോട്ട്, ഞാൻ എഴുതി. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ റൈറ്റ്, ഞാൻ എഴുതും. ഐ വിൽ സ്പീക്ക്, ഞാൻ പറയും. ഐ വിൽ ഗിവ്, ഞാൻ തരും. ഐ വിൽ ടേക്ക്, ഞാൻ എടുക്കും. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഓക്കെ. 2 പേരിലേ ഉള്ളൂ. ഹി ക്യാൻ ഗോ, അവന് പോകാൻ കഴിയും. ഹി ക്യാൻ സ്പീക്ക്, അവന് പറയാൻ കഴിയും. 2 പേരിലേ ഉള്ളൂ. ഇംഗ്ലീഷ് സെന്റൻസ് പൂർണ്ണമല്ലേ? അപ്പോ ഇത്രയും കാര്യങ്ങൾ തുടങ്ങുക, ഇതിലൂടെ സഞ്ചരിക്കുക. പ്രധാനമായിട്ടുള്ള VIP ആരാണ്? ഗോ, വെന്റ്, ഗോ, ഗോൺ, ഗോയിങ്. മുമ്പിൽ ആര് വരും? മുമ്പിൽ ഒരാൾ വരണം. ഇവര് VIP ആണെങ്കിൽ എല്ലാ VIPയുടെ മുമ്പിൽ ആര് വരണം? ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, കേരള ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, VIPയുടെ മുമ്പിൽ ആര് വരണം? സെക്യൂരിറ്റി വരണം അല്ലേ? ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അല്ലേ? അതുകൂടി നമ്മൾ പഠിക്കണം. ഒന്ന് പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ടാവും, അത് സബ്ജക്റ്റ് ആണ്, കർത്താവ് എന്നാണ് പറയുക, ഗോഡാണ്. രണ്ടാമത് VIP ഉണ്ടാവും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 4 രൂപങ്ങളുണ്ട്: ഗോ, വെന്റ്, ഗോൺ, ഗോയിങ്. പക്ഷെ അതിന് മുമ്പിൽ ഒരാളൂടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, അതാണ് സെക്യൂരിറ്റി ഗാർഡ്, അതാണ് ബില്ല്. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യണമെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം സെക്യൂരിറ്റി ഗാർഡ് വരണം. ഇതാണ് സെക്യൂരിറ്റി ഗാർഡ്, അത് ആദ്യം വരണം. വിൽ. രണ്ടാമത് പ്രവൃത്തി ചെയ്യുന്ന ആൾ വരണം. മൂന്നാമത് പ്രവൃത്തി വരണം. ബാക്കിയൊക്കെ ലാസ്റ്റ് വരണം. ഏറ്റവും ലാസ്റ്റ് വരേണ്ട കാര്യം നമുക്കറിയാലോ, പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആൾ ലാസ്റ്റ് വരണം. ടൈം പീരീഡ്: യെസ്റ്റർഡേ, ടുമോറോ, ലാസ്റ്റ് വീക്ക്, 2 months ago, 2 years ago, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ലാസ്റ്റ് മോർണിംഗ്, നെക്സ്റ്റ് ഈവനിങ്. ഇതൊക്കെ ലാസ്റ്റ് വരണം. 6 o'clock ഇൻ ദ മോർണിംഗ് ഒക്കെ ലാസ്റ്റ് വരണം. ആദ്യം അതൊന്നും പറയണ്ട. നമ്മൾ പറയും ഞാൻ രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റു. ഇംഗ്ലീഷിൽ ഏർലി ഇൻ ദ മോർണിംഗ് 6 o'clock എന്ന് തുടങ്ങണ്ട. ഐ വോക്ക് അപ്പ് അറൌണ്ട് 6 o'clock ഇൻ ദ മോർണിംഗ്. ഐ വോക്കപ്പ് ആണ് പറയേണ്ടത്. നമ്മൾ പറയുക രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റു. ഞാൻ എണീറ്റൊക്കെ ലാസ്റ്റ് വരിക, എണീറ്റൊക്കെ ലാസ്റ്റ് വരിക. അങ്ങനെയല്ല പറയേണ്ടത് ഇംഗ്ലീഷിൽ. ഐ വോക്ക് അപ്പ് early in the morning or around 6 o'clock, whatever may be. Time period should be in the last, at the last of the sentence. Got it? Will not he go to Ernakulam? Will not ഒരുമിച്ച് എഴുതുമ്പോൾ എന്താവും എന്നാണ് നമ്മൾ പഠിച്ചത്? won't he go to എറണാകുളം? റെഡ് ഡിഗ്രി വരയ്ക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തിയാണ്. വോണ്ട് ഹി ഗോ ടു എറണാകുളം? വിൽ നോട്ട് ഹി ഗോ ടു എറണാകുളം? അവൻ എറണാകുളത്തേക്ക് പോകില്ലേ? ഹി വിൽ നോട്ട് ഗോ ടു എറണാകുളം, അവൻ എറണാകുളത്തേക്ക് പോകില്ല. ഹി വോണ്ട് ഗോ ടു എറണാകുളം, അവൻ എറണാകുളത്തേക്ക് പോകില്ല.
ചോദ്യമാകുമ്പോൾ വോൺ ഹി അല്ലെങ്കിൽ വിൽ നോട്ട് ഹി ഗോ ടു എറണാകുളം, അവൻ എറണാകുളത്തേക്ക് പോകില്ലേ. ഇനി അവർ എറണാകുളത്തേക്ക് പോകില്ലെന്നാണെങ്കിലോ വിൽ നോട്ട് ദേ ഗോ ടു എറണാകുളം, വോൺ ദേ ഗോ ടു എറണാകുളം. യു അണ്ടർസ്റ്റുഡ്? ഇനി ഞങ്ങൾ എറണാകുളത്തേക്ക് പോകില്ല, വി വിൽ നോട്ട് ഗോ ടു എറണാകുളം, വി വിൽ നോട്ട് ഗോ ടു എറണാകുളം. കുറച്ചുകൂടി സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ വി വോണ്ട് ഗോ ടു എറണാകുളം, ദേ വോണ്ട് ഗോ ടു എറണാകുളം, ഷീ വോണ്ട് ഗോ ടു എറണാകുളം. അത് ചോദ്യമാകുമ്പോൾ വോണ്ട് ഷീ ഗോ ടു എറണാകുളം, വോണ്ട് ദേ ഗോ ടു എറണാകുളം, വോണ്ട് വി ഗോ ടു എറണാകുളം. വോണ്ട് മീൻസ് വിൽ നോട്ട്, വോണ്ട് മീൻസ് വിൽ നോട്ട്. ക്വസ്റ്റ്യൻ വരുമ്പോൾ വോണ്ട് ആദ്യം ചേർക്കണം, അല്ലെങ്കിൽ വിൽ ആദ്യം ചേർക്കണം. നമ്മൾ 2 എപ്പിസോഡിലൂടെ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് സ്ട്രക്ചറൽ മാനേജ്മെന്റിൽ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് തന്നെ ആവർത്തിക്കാൻ കാരണം, ഹി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പ്ലേഡ് രണ്ടാമത് വരുന്നു. ഈ പ്ലേഡ് എപ്പോഴും ഞാൻ റെഡിങ്ങിലാണ് എഴുതിയത്, പക്ഷെ റെഡിങ് വായിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ബ്ലാക്കിൽ തന്നെ ഇട്ട് റെഡ് ബോർഡർ കൊടുക്കുന്നത്. ഇത് VVIP ആണ്. VVIP നമ്മൾ പറഞ്ഞു, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ ഇംഗ്ലീഷ് വേൾഡ് ഓഫ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് പ്രപഞ്ചത്തിൽ, ഇംഗ്ലീഷ് ലോകത്ത് ഇത് VVIP ആണ്. ഇതില്ലാതെ എന്ന് പറഞ്ഞാൽ പ്ലേഡ് പ്ലേയിങ്, ഇതിൽ ഏതെങ്കിലും രൂപമില്ലാതെ ഇംഗ്ലീഷിൽ സെന്റൻസ് ഇല്ല. ഒരു പ്രവൃത്തിയുടെ ഏതൊരു രൂപം, 1-ാം രൂപമാണെന്ന് പറഞ്ഞു നമ്മൾ, 2-ാം രൂപം, 3-ാം രൂപം, 4-ാം രൂപം അല്ലേ, ഏതൊരു രൂപമില്ലെങ്കിൽ ഏതൊരു ഫോം ഇല്ലെങ്കിൽ, ഇംഗ്ലീഷ് സെന്റൻസേ ഇല്ലെങ്കിൽ നമ്മളത് പഠിക്കണ്ടേ. അതുകൊണ്ടാണ് ഈ എടുത്തെടുത്ത് പറയുന്നത്. ഇതുകൊണ്ടുള്ളൊരു കളിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, സെന്റൻസുകൾ. അതുകൊണ്ടാണ് VVIP ആണെന്ന് പറയുന്നത്. ഒരു ചെയ്യുന്ന പ്രവൃത്തി ഇല്ലാതെ ഇംഗ്ലീഷ് സെന്റൻസ് ഇല്ല. ഐ അല്ലെങ്കിൽ ഹി ക്രിക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ സെന്റൻസ് പൂർണ്ണമാവുന്നില്ല. ആ ഹി എന്ന് പറയുന്ന ആള് ചെയ്ത ഒരു പ്രവൃത്തി വേണം, പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ഒരാൾ വേണം, ഒരു സമയം ഉണ്ടാവും, അത് വേണം. ഇതെങ്ങനെയാണ് പോകുന്നത്? ആദ്യം പറയേണ്ടത് ഹി ആണ്. ഹി, കാരണം ഹീയെ പറയുന്നറിയാമോ? സബ്ജക്റ്റ് എന്നാ പറയുക, സബ്ജക്റ്റ്. അതിന്റെ അർത്ഥം കർത്താവ് എന്ന് പറഞ്ഞാൽ ജീസസ് ആണ്, എന്ന് പറഞ്ഞാൽ ഗോഡാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവമാണ്. സബ്ജക്റ്റ് കർത്താവ്, ജീസസ്, ദൈവമാണ് പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ. നമ്മളൊക്കെ ദൈവമാണ്. ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെ ഇംഗ്ലീഷിൽ ആദ്യം പറയുന്നത് കൊണ്ടാണ്. രണ്ടാമത് VVIP പറയണം, ചെയ്യുന്ന പ്രവൃത്തി. ഫലം അനുഭവിക്കുന്ന ആളെ മൂന്നാമത് പറഞ്ഞാൽ മതി. സമയം ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സ്ട്രക്ചർ മനസ്സിലാവുന്നില്ലേ? വീണ്ടും വീണ്ടും പറയാൻ കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ 3-ാമത്തെ എപ്പിസോഡാണത്. 1-2 എപ്പിസോഡ് കാണാത്തവർ കാണുക, കാരണം ഒരു കണ്ടിന്യൂറ്റി കിട്ടണം, അതിലൊരു ഫ്ലോ ഉണ്ടാവില്ല. നമ്മൾ കുറേശ്ശാണ് എടുക്കുന്നത്, ഏറ്റവും സ്ലോവിലാണ് പോകുന്നത്. പക്ഷെ ചിലർക്കത് കൂടുതൽ സമയം എടുക്കുന്നു, അല്ലെങ്കിൽ ഹാർഡായിട്ട് തോന്നുന്നുണ്ടാവാം. നമ്മൾ മിക്സ് ചെയ്താണ് പോകുന്നത്. താഴെയുള്ള ആളുകളെയും അത്യാവശ്യം ഹൈസ്കൂള് കോളേജ് ലെവൽ ഉള്ളവരെയും. ഗ്രാമറിലേക്ക് നമ്മൾ കടക്കുന്നില്ല, എന്നാലും ഇൻഡയറക്റ്റായിട്ട് ഗ്രാമർ PSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടുന്ന വിധത്തിലും ക്ലാസ് പോകുന്നുണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പം ഞാൻ പറയുന്നത് എല്ലാ എപ്പിസോഡും കാണുക, റിപ്പീറ്റ് ചെയ്ത് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒരു ബുക്കൊക്കെ വെച്ചിട്ട് എഴുതിയൊക്കെ പോവുകയാണെങ്കിൽ മലയാള ഭാഷയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു രീതി അത് പലപ്പോഴും കിട്ടാറില്ല. എല്ലാ മേഖലയും കടന്നു പോകുന്ന ഒരു രീതി, എല്ലാ മേഖലയും കൈകാര്യം ചെയ്ത് പോകും. ഒരു 40-41 എപ്പിസോഡ്, 100 എപ്പിസോഡ് വരെ. ഇപ്പോൾ ആഴ്ചയിലൊരു എപ്പിസോഡാണ്, അത് ആഴ്ചയിൽ 2 മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതോടൊപ്പം യു വിൽ ബി ഏബിൾ ടു മൂവ് അലോങ് വിത്ത് മീ എന്നെനിക്ക് തോന്നണം. അപ്പോൾ അതുപോലെ ആക്കാം. ഏതായാലും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ
ഞാനിതുപോലെയാണ് ഇംഗ്ലീഷിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കുറേയൊക്കെ ലാഗ് എന്നൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് തന്നെ അറിയാം, ഞാനും കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ. പക്ഷേ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യുന്നത്, 3ാമത്തെ വീഡിയോ ആണ്. എന്നാലും ഭാഷ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പഠിക്കുന്ന ആളുടെയും കൂടി വില്ലിങ്സ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം.